ഇത് ഞാൻ തന്നെ ഇടിച്ചിട്ട് ഇങ്ങനെ ഇനി വേറെ വല്ലവരും ഇരുത്തി ഞാൻ ഇടിപ്പിക്കുമായിരുന്നു. എന്തോ ഇടി എനിക്ക് തന്നേനെ. വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നോക്കാം. വേറെ ആളെ ഇരുത്തിയെ തന്നെ ഇടിപ്പിച്ചാലും കമന്റ് അടി. അത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് അടി. ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരും. എനിക്ക് തലേന്നുകൊണ്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്ന് പറയടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എന്ന് പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പരിചയപ്പെടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ നോ ഫിൽറ്റർ എന്നും പറഞ്ഞ ആളെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുക. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. ഓക്കെ സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കുക. എന്നെ ഇന്ന് പൊട്ടിക്കുക. ഇന്നെ ഇടിക്ക് പൊട്ടിക്കുക ശരി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തോന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തോന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ടല്ല, 4-5 കണ്ടന്റ് ഇല്ലാത്ത ഒരേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇടിക്കിടിക്ക് അങ്ങനെ ഇടിക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സംഭവം എന്തോന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എപ്പോഴെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അശ്വതി എന്നെ ഇടിക്കും. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ചെറിയ ചിരിയെങ്കിലും എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇടിക്കണം. മനസ്സിലായല്ലോ? നല്ല ഇടിക്കണം. അല്ലല്ല, ഞാൻ ഒന്ന് റെഡി ആവട്ടെ. നീ നോക്കിയാ ഞാൻ ചിരിച്ചതല്ല, ഇത് കണ്ടിട്ടല്ല. ആദ്യത്തെ തനിയെനിക്ക് സംസാരിക്കാൻ പറഞ്ഞു. ആദ്യം തൊട്ട് ഒന്നുകൂടെ സംസാരിക്കാൻ ഞാൻ പഠിക്കണം. ഓക്കെ, ആദ്യത്തേത് തന്നെ ഞാൻ ചോദിക്കൂ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആദ്യത്തേത് തന്നെ ഞാൻ തോറ്റുപോയി. അപ്പം നമുക്ക് ഇനി സീരിയസ്. എനിക്കങ്ങ് ചിരി വരുമോ അറിയാതെ. എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നീയെങ്കിലും സീരിയസ് ആയിട്ട് ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ചിന്തിക്കണം. പണ്ട് സ്കൂളിൽ വെച്ച് എനിക്ക് ഇത് തന്നെയായിരുന്നു പ്രശ്നം. ടീച്ചർമാരെന്നെ വഴക്ക് പറയാൻ നേരം ഞാൻ നിന്ന് തൊലിക്കും. ചിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടാസിച്ച് ചിരിക്കണമെന്ന്. പിന്നെ അങ്ങ് ചിരി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ചിരിക്കാതിരിക്കണം. ഇതെല്ലാത്തിനും ഞാൻ ഇടി മേടിച്ചോണ്ടിരിക്കുക. ഇടിക്കല്ലേ കേട്ടോ. പല്ല് കാണിച്ചാ ഇടിച്ചാ മതി. പല്ല് കാണിച്ചാലേ ഇടിക്കാവുള്ളൂ. എങ്ങനെ അങ്ങനെ പറ്റത്തില്ല. പല്ല് കാണിക്കണം എങ്കിലേ ഇടിക്കാവുള്ളൂ. മറ്റേ ചിരി എനിക്ക് വരുന്നു, അതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. ഐ എം വെരി സോറി. ശ്വാസം പിടിച്ചിരുന്നാൽ ചിരിക്കാതിരിക്കുമോ? ഇതെന്ത് ഞാനിങ്ങനെ ചിരിക്കുന്നതിന്റെ കാര്യം എന്ത്? ഇതൊന്നും വലിയ കോമഡി അല്ല. ഇതിലൊക്കെ എന്താ ചിരിക്കാനായിട്ട്? ഇങ്ങനെ കൈ കൊണ്ടുവരരുത്. എനിക്ക് ശരിക്കും ഇടിക്കാൻ പറ്റില്ല. അതല്ലേ വിഷമം. ഞാൻ വിചാരിച്ച എന്തിനാണ് ഇങ്ങനെ ഇടി മേടിക്കുന്നതെന്ന് ചോദിക്കാൻ വരുന്നത്. കൈ വെക്കുമ്പോ ഇടിക്കാൻ പറ്റുന്നില്ലെന്ന്. 5 minutes later. അത്യാവശ്യമായിട്ടൊരു കാര്യം നോക്കണ്ട. ഹൗ ടു നോട്ട് ലാഫ് ഇൻ സീരിയസ് സിറ്റുവേഷൻ. ഒരു പട്ടിക്കുഞ്ഞിനെ ഒന്ന് ആലോചിക്കുക. എണ്ണക്കകത്തിട്ട് വറക്കുന്നത്. അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി ചിരിക്കത്തില്ല ഞാൻ. പട്ടിക്കുഞ്ഞിനെ എണ്ണക്കകത്തിട്ട് വറക്കുന്നു. ചിരിക്കത്തില്ല. അതിലെങ്ങനെ ചിരിക്കാൻ പറ്റും? അവന്റെ നടുവുണ്ടല്ലോ. ഓക്കെ, ഇതിനെന്തോ ചിരിക്കാനാ? അത് കൊള്ളാല്ലയോ? കഷ്ടം, പാവം. പുള്ളിക്കാരുടെ സംശയം അതിനകത്ത് എന്തോ ചെയ്യണ്ടേന്ന്. ചിരിക്കുന്ന എന്തിനാ? ചിരിക്കാതെ പറ. പിന്നെ എനിക്കിങ്ങനെ മനസ്സിലാവും നീ ചിരിക്കുന്നതാണോ അത് പറയുന്നതാണോ. ഓക്കെ, ചിരിക്കരുത്, അത്രേ ഉള്ളൂ. അതെന്തോ അത്? മുളക് പൊടിയോ? നമ്മുടെ ഇവിടെ നെയ്യുടെ പാക്കറ്റൊക്കെ ഇല്ലേ അങ്ങനെ വരുന്നത്? ഇപ്പൊ തുപ്പുമായിരിക്കും അത്. ആ തോന്നി. എനിക്ക് തലയടി ഇവിടെ അറ്റം വരെ അത് കൊള്ളുക. ഇടിക്കുന്ന ഇടി. ബിഗ് ഫുഡ് ഇൻ 4 സൈഡോ എന്തോടിയാ വായിക്കുന്നത്? 4 ഐസ്.
അവർക്ക് അക്ഷരാഭ്യാസം ഇല്ല. ബിഗ് ഫുഡോ എന്തുവാ? ബിഗ് ഫുഡ്. പയ്യ പയ്യ പ്ലീസ്. ഇടി മേടിക്കാൻ ഇന്ത്യ ഇന്ത്യ ഇന്ത്യ. ചിരിക്കത്തില്ലടി ചിരിക്കത്തില്ലടി. ആൽക്കഹോൾ കോസസ് ഓണസ്റ്റി. വെള്ളം അടിക്കാൻ റെഡ് ലൈറ്റ് നിൽക്കുന്നുണ്ടോ? കേട്ടോ പശ്ചാത്തലപ്പോഴാ പുള്ളിക്കാരൻ നടന്നു പോയത്. 2 അടിച്ചു കഴിഞ്ഞാൽ സത്യസന്ധനാ. ഇതെന്തുവാ? ഹോൺ അടിക്കുമ്പോ പട്ടിക്കുഞ്ഞിനെ എണ്ണയ്ക്കകത്തിട്ട് വറക്കുന്നു. ഓട 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 അടുത്ത അടുത്ത്. ഇതിലൊക്കെ എന്തോ ചിരിക്കാനാടാ? ഒരുത്തൻ കൊതം തല്ലി വീഴുന്നതിൽ എന്ത് ചിരിക്കാനാടാ? അപ്പൊ മൊത്തം വീഴും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. ഇതിലെന്തായാലും ഞാൻ ചിരിക്കത്തില്ല. വീഴുമായിരിക്കും പുള്ളിക്കാരൻ. ഇല്ല. അപ്പൊ ഇതിലെന്തോ ചിരിക്കാനാ? ഓക്കെ, അതിലൊന്നും ചിരിക്കാനല്ല. ഇതിൽ ചിരിച്ചില്ല. ശരി, ചിരിച്ചില്ല. ഓ കഷ്ടോടാ, പാവം. ചപ്പാത്തി വരച്ച് പോയാലായി കാണോ അവന്റെ മുഞ്ഞി. പുള്ളെന്താ പറ്റിയില്ല. ഇരിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സംഭവിക്കും? പട്ടിക്കുഞ്ഞിനെ വെള്ളത്തിനകത്തിട്ട് അല്ല എണ്ണയ്ക്കകത്തിട്ട് എന്തോ സംഭവിച്ചേ? അതെന്തോ സംഭവിച്ച? അവന്റെ ചെരുപ്പല്ലേ തെറിച്ചു പോയേ? അതിലെന്തോ തൊലിക്കാനാ നടക്കുന്നു. പോയിട്ട് ഒരു മനുഷ്യന്റെ കഷ്ടതയെ ചിരിക്കത്തക്കവണ്ണം ഒരു വൃത്തികെട്ടവനല്ല ഞാൻ. പിന്നെ വേദനിക്കാതെ കർണം പറിച്ച് അടി വന്നിട്ട് നൊന്തോന്നു. അപ്പൊ എല്ലാം തല കുത്തി വീഴും. എന്ത് ചിരിക്കാൻ? എടാ ഇതിലെങ്ങനെ ചിരിക്കും? എന്റെ ദൈവമേ. കൈ വാക്സ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങനെ മുഖം ചെയ്യുന്നു. അത് മീശയുടെ അവിടാ. സെവക്ക് വിട്ടാല് ഞാനെന്തോ ചെയ്യണം? സെവക്ക് ഞാൻ അവര് തമ്മി സെറ്റ് ആവുന്നു. അവര് തമ്മി കൊറേ അറിഞ്ഞോണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൽ ആരാ ശരിക്കും കൊരങ്ങപ്പം? പൂച്ച ഈ ഉറങ്ങി കിടക്കുന്നതന്നെ ഇത് അറിയത്തില്ല. ഇങ്ങനെ ചെയ്താ നീയോ ശരിക്കും കണ്ടായില്ലയോ? അതോ ഇത് കണ്ടുകഴിഞ്ഞാൽ ശരിക്കും കണ്ടാന്നേ തോന്നത്തുള്ളൂ. അയ്യോ പേടിച്ചു. കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടുമില്ല. അതൊന്നും കൂടെ പോയി. ഞാൻ കണ്ടില്ല. അത് കണ്ടിട്ട് ഇവള് ചിരിച്ചു കഴിഞ്ഞാ അത് ഊരിതാ. എന്തിനാ അടിയാതെടുത്ത് നീ അങ്ങോട്ട് വെച്ചേ? അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് നീ ചിരിച്ചു കഴിഞ്ഞാ